ആൻ്റണി പെരുമ്പാവൂർ ആൻ്റണി ചേട്ടന് കൃത്യമായിട്ട് സിനിമയിലുള്ള അവസ്ഥയെക്കുറിച്ചറിയാം, അമ്മയുടെ അവസ്ഥയെക്കുറിച്ചറിയാം, പ്രൊഡ്യൂസേഴ്സ്. അതെ, ആൻ്റണി ചേട്ടന് കൃത്യമായിട്ട് സിനിമയെക്കുറിച്ച് നന്നായിട്ട് കൃത്യമായിട്ട് ആലോചിച്ച് കണ്ടിട്ടാണ് സത്യസന്ധമായിട്ടാണ് പുള്ളി സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആൻ്റണി ചേട്ടൻ പറഞ്ഞത് വളരെ സത്യസന്ധമായ കാര്യമാണ്. കാരണം ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇവർ പറയുന്നു അമ്മയിലെ അംഗങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം ഞങ്ങൾ തിയേറ്ററിൽ കളിപ്പിക്കില്ല എന്ന് പറയുന്നു. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ഒരു സാങ്കല്പികമായ ഒരു ആശയം ചോദിക്കാം. ഞങ്ങൾ അമ്മയിലെ അംഗങ്ങൾ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ആൾക്കാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിൽ ഞങ്ങൾ അഭിനയിക്കുന്നില്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവരെ കൊണ്ടൊരു പടം എടുത്ത് പുറത്ത് കാണിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനത്തെ ഈ മണ്ടത്തരം ഒന്നും പറയാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. കാരണം ഇത് അമ്മയായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആയാലും ഫിയോക്ക് ആയാലും എക്സിബിറ്റേഴ്സ്, അതാണ് ഫിയോക്ക് ആയാലും ഫെഫ്ക ആയാലും ഒക്കെ ഒരു ഏകോദര സഹോദരങ്ങളെപ്പോലെ ഒന്നിച്ച് ചേർന്ന് ഹയറാർക്കി നോക്കാതെ, ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ സ്നേഹത്തോടെ ചെയ്തു പോകേണ്ട ഒരു തൊഴിലാണ്. എത്രയോ പേരുടെ കുടുംബം ഇതുകൊണ്ട് ജീവിച്ചു പോകുന്നതാണ്. പക്ഷേ ഇതൊന്നും കാണാതെ ഒരു ദിവസം രാവിലെ കുത്തിയിരുന്ന് വന്നിട്ട് അമ്മയ്ക്കെതിരെ കുറ്റം പറയാനായിട്ട് തീരുമാനിച്ചാൽ ഞങ്ങളുള്ള സത്യം മുഴുവൻ പുറത്ത് പറയും. കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിൽക്കുന്ന പോലും, അവരുടെ ഓഫീസ് നിലനിൽക്കുന്നത്, അവരുടെ കടം തീർത്ത് കൊടുത്തത് ഈ അമ്മയാണ്. എന്നിട്ട് ഇപ്പോൾ അമ്മയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ അമ്മ നിലനിൽക്കുന്നത് ഈ താരങ്ങളുള്ളതുകൊണ്ടാണ്. ഈ താരങ്ങളാണ് ഈ മലയാള സിനിമയെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് ഡേറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് താരങ്ങളെ കുറ്റം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചു കൊടുക്കത്തില്ല. ഇവിടെ താരങ്ങൾ മലയാള സിനിമയെന്നല്ല ലോക സിനിമയിൽ താരങ്ങൾ ആവശ്യമാണ്. സിനിമയുടെ നിലനിൽപ്പിന് നായക നിരയിൽ താരങ്ങൾ, നായികമാരൊക്കെ താരങ്ങളുണ്ടെങ്കിൽ ജനം കാണാൻ കയറുള്ളൂ. സുരേഷ് ചേട്ടന് വീട്ടിലിരുന്നിട്ട് എന്ത് വേണേൽ പറയാം. പക്ഷേ പ്രേക്ഷകർ തിയേറ്ററിൽ കയറണമെങ്കിൽ ഇവർക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇവർ പുതുമകൾ വെച്ച് പടം ചെയ്യട്ടെന്ന്, എന്നിട്ട് ഇവർ ഹിറ്റാക്കി കാണിച്ചു തരട്ടെ. വർഷത്തിൽ 1-2 അത്ര നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ ഒരു പടം 1-2 ഓടും. അല്ലാതെ എല്ലാ പടങ്ങളും ഇവർക്ക് താരങ്ങളുടെ സഹായമില്ലാതെ ഒരു പടം എടുത്ത് കൊമേഴ്ഷ്യലി ഹിറ്റാക്കാൻ പറ്റുമോ? പിന്നെ ഇവർ അത്ര വലിയ ബുദ്ധിജീവികളാണെങ്കിൽ ഇവർ എടുത്ത സിനിമകളെല്ലാം ഹിറ്റാണോ? അപ്പോൾ ഇവർ കഥ കേൾക്കാറില്ലേ സിനിമ എടുക്കുമ്പോൾ? അപ്പോൾ ഇവർ താരങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കഥയൊക്കെ മറന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് സിനിമയ്ക്ക് വിടുമോ? അപ്പോൾ ഇതൊന്നുമല്ല സത്യം. ഇത് ഇപ്പം അമ്മയ്ക്കിട്ടൊരു കൊട്ട് കൊടുക്കാം. ഞങ്ങൾ പഴയ ഈ മാടമ്പിത്തരം എന്നൊക്കെ പറയത്തില്ലേ, ഞങ്ങളൊക്കെ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ പണം മുടക്കുന്നവരാണ്. അവർക്കിപ്പം സത്യം പറഞ്ഞാൽ ഈ പുതിയ തലമുറയിലെ സിനിമകളുടെ കാഴ്ചപ്പാടുകളോട് അവർക്ക് ഒത്തുചേരാൻ പറ്റുന്നില്ല. അതാണ് സത്യം. ഇന്നത്തെ കഥകൾ, ഇന്നത്തെ പ്രേക്ഷകർ, ഇന്നത്തെ നടന്മാർ, ഇവരുടെ കാഴ്ചപ്പാടുകൾ അവർക്ക് ചേരാൻ പറ്റാത്തതിൻ്റെ വിഷയം. സമരമടക്കം പ്രഖ്യാപിച്ചു. അപ്പോൾ അതിൽ നിന്ന് പിന്മാറണമെന്നാണോ അമ്മയുടെ? ഞാൻ ചോദിക്കണേ, ഉറപ്പായിട്ടും കത്ത് കൊടുത്തതാണല്ലോ. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇവർ അമ്മയ്ക്കൊരു കത്ത് തരികയാണ്. അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയൊരു മാറ്ററാണ്. ഇവർ കാലാകാലങ്ങളായിട്ട് ഈ പേയ്മെൻറ്റ് പാക്കേജ്, ഇവർ പേയ്മെൻറ്റ് ആൾക്കാർക്ക് കൊടുക്കുന്നതിനെക്കുറിച്ച് ചില നിയമങ്ങളുണ്ടാക്കും. നമ്മൾ ലാസ്റ്റ് അവർ പറഞ്ഞ നിയമം കൊണ്ടുവന്നത് ഒരു ആർട്ടിസ്റ്റിനുള്ള പേയ്മെൻറ്റ് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അഡ്വാൻസ് 25%, അഭിനയിച്ച് തുടങ്ങുമ്പോൾ 25%, അഭിനയിച്ച് തീരുമ്പോൾ 25%, ഡബ്ബിങ് തീരുമ്പോൾ 25%. ഞങ്ങൾ പറഞ്ഞു ശരി, അത് മാന്യമായ പേയ്മെൻറ്റ് പാക്കേജാണ്. ഇത് ഒരു 10 വർഷമായിട്ട് അനുവർത്തിച്ചു പോരുന്ന കാര്യമാണ്. ഇപ്പം ഒരു പുതിയ തന്ത്രം കൊണ്ട് അവർ ഇറങ്ങിയിരിക്കുക. മലയാള സിനിമ നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ തത്വം പറയുന്നത്. എന്താ സംഭവം എന്നറിയാവോ? 25% അഡ്വാൻസ്, അഭിനയിച്ച് ചെയ്യുമ്പോൾ 35%, ബാക്കി 40% സെൻസറിങ് കഴിഞ്ഞിട്ടെന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ മലയാള സിനിമയിലോ ലോക സിനിമയിലോ എവിടെയെങ്കിലും ഒരു ആർട്ടിസ്റ്റ് ഈ ഒരു പടം അഭിനയിച്ച പടം സെൻസറിങ് എന്നാ നടക്കുന്നതെന്ന് അറിയുന്നുണ്ടോ? ആരെങ്കിലും ഒരു പ്രൊഡ്യൂസർ പോയിട്ട് എന്നെ വിളിച്ചിട്ട്, ഞാനൊരു 50 സിനിമയോളം അഭിനയിച്ചിട്ടുണ്ട്, എനിക്ക് ഇന്ന് വരെ 1-2 പടമല്ലാതെ ഞാൻ എൻ്റെ അഭിനയിച്ച പടം സെൻസർ ചെയ്തെന്നാന്ന് അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ ഈ 40% ആർക്കും തരികയില്ല. പിന്നെ കൃത്യമായിട്ട് പ്രൊഡ്യൂസേഴ്സ് പൈസ തരുന്നുണ്ടെന്ന് ഇവർക്കൊന്നും നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? ഇവിടെ പഴയ ആർട്ടിസ്റ്റുകൾ തൊട്ട് ഇവിടുത്തെ ജഗതിച്ചേട്ടൻ ഉൾപ്പെടെയുള്ള ആർട്ടിസ്റ്റുകൾ പറഞ്ഞിട്ടില്ല എൻ്റെ വീട്ടിൽ ചെക്കിൻ്റെ ഒരു ഭണ്ഡാരമുണ്ടെന്ന്. പുള്ളിക്ക് ചെക്ക് കൊടുത്തത് പുള്ളിയുടെ മരുമോനും മകനും ഒന്നും അല്ലല്ലോ, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ലേ. ആ ചെക്ക് ബൗൺസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഉത്തരവാദികൾ ഈ പ്രൊഡ്യൂസേഴ്സ് തന്നെയല്ലേ, ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ആൾക്കാർ തന്നെയല്ലേ. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചിട്ട് പോലും നമ്മൾ മലന്ന് കിടന്ന് തുപ്പരുതല്ലോ എന്ന് വിചാരിച്ച് പ്രൊഡ്യൂസേഴ്സിനെതിരെ ഇതുവരെ ഒരു കുറ്റവും പറയാതിരിക്കുകയായിരുന്നു. അപ്പോൾ അവരാണ് ആരോപണം. ഒന്ന് ഇതാണ്, അവർ ഈ 40% സെൻസറിങ് കഴിഞ്ഞേ പേയ്മെൻറ്റ് നടത്തുകയുള്ളൂ, അതിനെക്കുറിച്ച് ഞങ്ങളെങ്ങനെ ഒരു തീരുമാനം എടുത്തു, അമ്മ അഭിപ്രായം പറയൂ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ 17 പേരിൽ ഒരാൾ മാറി 16 പേര് അഡ്ഹോക് കമ്മിറ്റി ഇരുന്നിട്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ തീരുമാനം അറിയിക്കാൻ പറ്റില്ല. മലയാള സിനിമ ഫ്രട്ടേണിറ്റിയിലുള്ള എല്ലാവരുടെ അഭിപ്രായം അറിയണം. അപ്പം മിനിമം അമ്മയിലുള്ള 506 പേരുടെയെങ്കിലും അഭിപ്രായം അറിയാതെ ഞങ്ങൾക്ക് ഇതിനൊരു ലെറ്റർ തരാൻ സാധിക്കില്ല. അതുകൊണ്ട് ജനറൽ ബോഡി വരെ നിങ്ങളൊന്ന് ക്ഷമിക്കൂ. അതവർക്ക് ക്ഷമിക്കാൻ പറ്റുകയില്ല. അവർക്കപ്പോൾ അത് അവരുടെ ഏകാധിപത്യ പ്രവണതയോടെ അവർക്ക് ആ നിയമം നടപ്പാക്കണം. അതിന് ഈ ഏകാധിപത്യം നടപ്പാക്കാൻ അമ്മ നിന്നു കൊടുക്കാത്തതിൻ്റെ പേരിൽ അമ്മയെ നാഥനില്ല കളരി എന്ന് പറഞ്ഞാൽ യഥാർത്ഥ നാഥൻ്റെ അവസ്ഥ എന്താണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അമ്മയുടെ പവറൊന്നും മനസ്സിലാക്കേണ്ടതെന്ന്. ഞങ്ങളിപ്പോൾ ആരുടെയും തലയിൽ കയറി മെക്കിട്ട് കയറാനൊന്നും പോകുന്നില്ലോ. പക്ഷേ ഞങ്ങൾ ഒറ്റയേ ഉള്ളൂ, ഞങ്ങൾക്ക് ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. സിനിമ എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് ഞങ്ങളുടെയൊക്കെ ജീവിതോപാധിയാണ്. ഈ
ഈ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സും അവർക്ക് സിനിമയല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അവർക്കും സിനിമ തന്നെയുള്ളൂ വരുമാന മാർഗ്ഗം. അപ്പോൾ അവർ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയല്ല ചിന്തിക്കാനായിട്ട്. സിനിമക്കകത്ത് നിന്നിട്ട് ഈ കള്ള പ്രചരണങ്ങൾ പുറത്ത് പറഞ്ഞുകൊണ്ട് താരങ്ങളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിന് നിന്ന് കൊടുക്കാൻ അമ്മയെ കിട്ടില്ല. ഒരു താരങ്ങളും അതിന് തയ്യാറാവില്ല. കാര്യം നമ്മുടെ നന്മയല്ല അവർക്ക് വേണം, നമ്മുടെ സ്റ്റാർഡം അവർക്ക് വേണം, നമ്മുടെ താരങ്ങളുടെ മൂല്യം അവർക്ക് വേണം, അതിൻ്റെ കച്ചവടം അവർക്ക് വേണം. അവർക്ക് പൈസ തരാൻ വയ്യ. പൈസ തരുന്നതിൽ പോലും 40% സെൻസറിങ് കഴിഞ്ഞിട്ടേ തരുള്ളൂ. ആരാ ഇവിടെ സെൻസറിങ് കഴിയുന്നത് അറിയിക്കുന്നത്? അത്ര ജിജ്ഞാസയുള്ള ഏത് പ്രൊഡ്യൂസറാണുള്ളത്? ഇനി ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് പേരുണ്ടാവും. എല്ലാവരും ഞാൻ കാട്ടടച്ച് വെടിവെക്കുകയല്ല. പക്ഷേ ആ നിയമം ശരിയാണോ? അതിനെ അമ്മയ്ക്ക് കണ്ണടച്ച് അനുകൂലിക്കാൻ പറ്റുമോ? ജനറൽ ബോഡി വരട്ടെ, എല്ലാവരും അംഗീകരിച്ചാൽ നമുക്ക് അംഗീകരിക്കാം.